എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പൃഥ്വിരാജ് സാർ ഇതേപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. സിനിമ സാറ്റലൈറ്റ് വഴിയാണ് വരുന്നത്, അപ്പോൾ ഇവിടെ നിന്നായിരിക്കും വരുന്നത്. ഞാൻ അവരെ ഒന്നും പറഞ്ഞ് പിന്തിരിപ്പിച്ചില്ല. ഞാൻ അകത്തേക്ക് പോരുകയാണ് ഉണ്ടായത്. നല്ല ഒരു തുടക്കം ഡിജിറ്റൽ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റി. അതിൻ്റെ ഭാഗമാണ് ഇന്ന് കേരളം മൊത്തം ഡിജിറ്റൽ പ്രൊജക്ഷനിലേക്ക് വന്നത്. മണിയൻ രാജു സാറിനെ തിരുവനന്തപുരത്ത് പോയി കണ്ട് പല പ്രാവശ്യം സംസാരിച്ചപ്പോഴും നിങ്ങളുടെ കണ്ടൻറ്റിന് സെക്യൂർഡ് ആയിരിക്കണം, നിങ്ങളുടെ പൈറസി അങ്ങനെയുള്ള പോസിബിലിറ്റി ഒന്നും വരരുതെന്ന് പറഞ്ഞു. ആ പടത്തിനും നല്ല ഒരു പ്രസ് കവറേജ് കിട്ടിയെന്ന്. ഞാൻ മനോജൻ പോൾ. എൻ്റെ വീട് എറണാകുളം ജില്ലയിൽ മണിയിടാണ്. മലയാള സിനിമയിലെ ഒരു മേജർ ടെക്നോളജി ചേഞ്ചിന് ഒരു സാക്ഷ്യം വഹിക്കാൻ അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. നമ്മുടെ സിനിമകളെല്ലാം ഫിലിം പ്രിൻ്റിലായിരുന്നത് നമ്മളത് ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അതിൻ്റെ പ്രൊഡക്ഷനും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊജക്ഷനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു തുടക്കം 2005 തുടങ്ങാൻ സാധിച്ചു. ആദ്യം മലയാളത്തിൽ വന്ന ഡിജിറ്റൽ പ്രൊജക്ഷൻ ചെയ്ത സിനിമ അനന്തഭദ്രം എന്ന് പറയുന്നതാണ്. അത് 2005 നവംബർ 3 ആലപ്പുഴ സീതാസിൽ വെച്ചായിരുന്നു. അതിൻ്റെ പ്രൊഡ്യൂസർ മണിയൻ രാജു സാറായിരുന്നു. അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ വൈശാഖ രാജൻ സാറായിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ സിനിമ നെഗറ്റീവിൽ നിന്ന് അല്ലെങ്കിൽ ഫിലിം പ്രിൻറ്റിൽ നിന്ന് നമ്മൾ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമാണ് തിയേറ്ററിലേക്ക് പ്രൊജക്ഷന് വേണ്ടി പോയിക്കൊണ്ടിരുന്നത്. ഏതൊരു ടെക്നോളജി മാറി പുതിയ ടെക്നോളജി വരുമ്പോഴും എല്ലാവർക്കും അതിൻ്റേതായ ഒത്തിരി സംശയങ്ങളും ചോദ്യങ്ങളും അതിനുള്ള മറുപടികളെല്ലാം കൊടുത്താണ് നമ്മൾ ആ സമയങ്ങളിൽ മുന്നേറിക്കൊണ്ടിരുന്നത്. സിനിമ ഇൻഡസ്ട്രിയിലെ പൈറസി വളരെയധികം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ കടന്നുവരവ്. ഡിജിറ്റൽ സാങ്കേതികവിദ്യ കടന്നു വന്നപ്പോൾ സിനിമയുടെ പൈറസിക്ക് ഒരു വളരെ നല്ല ഒരു അറുതി വരുത്തുവാനായിട്ട് സാധിച്ചു. അതായത് ഏത് തിയേറ്ററിൽ നിന്നാണത് ഷൂട്ട് ചെയ്തതെന്നും ഏത് ഷോയുടെ ടൈമിലാണ് ഷൂട്ട് ചെയ്തതെന്നും അല്ലെങ്കിൽ സ്പെഷ്യൽ ഷോയിൽ നിന്നാണ് ഷൂട്ട് ചെയ്തത്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അതിന് സിനിമയിലൂടെ വരുന്ന ഫോറൻസിക് വാട്ടർമാർക്ക് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റിയതുകൊണ്ട് നമുക്ക് പൈറസിയെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ ആയിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ കേരളത്തിൽ 48, അത് പിന്നെ 75, പിന്നെ 110, പിന്നെ ഇപ്പോൾ ഒരു മേജർ സിനിമ റിലീസ് ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ 350ഓളം തിയേറ്ററുകൾ ഒരേ സമയം സിനിമ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും കാരണം ഈ ഡിജിറ്റൽ സിനിമ തന്നെയാണ്. ആദ്യകാലങ്ങളിൽ ഓരോ സിനിമ കിട്ടുന്നതിന് വേണ്ടി പ്രൊഡ്യൂസറെ വിളിച്ച് പോയി കണ്ട് സംസാരിച്ച് എത്ര യാത്രകൾ നടത്തിയാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. സിനിമ കിട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ തിയേറ്റർ ഓണേഴ്സുമായിട്ടുള്ള മീറ്റിങ്ങുകളും 10-30 തവണ ഓരോ തിയേറ്ററുകളിൽ പോയി 3-4 മണിക്കൂർ സംസാരിച്ച് അവരുടെ സംശയങ്ങളെല്ലാം ദൂരീകരിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ തിയേറ്റർ ഡിജിറ്റൽ പ്രൊജക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. 2005 കാലഘട്ടത്തിലാണ് ഞാൻ UFO എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് അനന്തഭദ്രം സിനിമ ആലപ്പുഴ സീതാസിൽ പ്രൊജക്ഷൻ ചെയ്തത്. ആലപ്പുഴ സീതാസ് തിയേറ്ററിൽ അനന്തഭദ്രം സിനിമ റിലീസ് ചെയ്യുന്ന സമയത്തുണ്ടായ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാം. സിനിമ റിലീസ് ചെയ്യുന്ന നവംബർ 3 മുമ്പുള്ള 7 ദിവസങ്ങളിൽ ഞാൻ തന്നെ തയ്യാറാക്കിയ ഡിജിറ്റൽ സിനിമയെക്കുറിച്ചും അനന്തഭദ്രം എന്ന മലയാള മനോരമയിൽ വന്ന നോവലിനെ പറ്റിയുമുള്ള നുറുങ്ങുകൾ പ്രസ് ക്ലബിൽ മീറ്റിംഗ് വിളിച്ച് അവർക്ക് വിതരണം ചെയ്ത അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ഭയങ്കര ന്യൂസ് കവറേജ് ആയിരുന്നു. അപ്പോൾ നവംബർ 3 ഷോ തുടങ്ങുന്നതിന് മുമ്പ് ആലപ്പുഴയിലുള്ള സാധാരണക്കാരായ ജനങ്ങൾ ഒത്തിരി അവിടെ ഒത്തുകൂടിയിരുന്നു. ഈ പത്രങ്ങളിൽ വാർത്ത വന്നപ്പോൾ അതിൽ പറഞ്ഞിരുന്നു ദിഗംബരനും അതിലെ നായികയെല്ലാം സാറ്റലൈറ്റ് മുഖേനയാണ് തിയേറ്ററിലേക്ക് എത്തുന്നതെന്ന് ഒരു വാർത്ത അതിൽ വന്നിരുന്നു. അപ്പോൾ സിനിമ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ മുകളിലേക്ക് നോക്കി നിൽക്കുന്ന കണ്ട്
നമ്മൾ പോയി അവരെ അപ്രോച്ച് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത്, ചേട്ടാ സിനിമ സാറ്റലൈറ്റ് വഴിയാണ് വരുന്നത്, അപ്പോൾ ഇവിടെ നിന്നായിരിക്കും വരുന്നത് എന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ നോക്കി നിൽക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ഞാൻ അവരെ ഒന്നും പറഞ്ഞ് പിന്തിരിപ്പിച്ചില്ല. ഞാൻ അകത്തേക്ക് പോരുകയാണ് ഉണ്ടായത്. കാരണം അങ്ങനെയുള്ള രസാവഹമായ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ആ ഷോയ്ക്ക് അന്ന് അവിടെ നമ്മൾ സാറ്റലൈറ്റിലല്ല സിനിമ വന്നത്, കാരണം നമ്മൾ ഹാർഡ് ഡിസ്കിൽ കൊണ്ടുവന്ന് കോപ്പി ചെയ്യുമായിരുന്നു. പക്ഷേ അവരുടെ ആ ഒരു പ്രതീക്ഷയെ ഞാൻ നശിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചില്ല. അപ്പോൾ അത് അനന്തഭദ്ര സിനിമയൊക്കെ അത്രയും നടത്തി കിട്ടിയ ഒരു പ്രസ് കവറേജ് നല്ല ഒരു തുടക്കം ഡിജിറ്റൽ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റി. അങ്ങനെ എത്ര അനുഭവങ്ങൾ ഓരോ തിയേറ്റർ ഓണേഴ്സുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ടെൻഷൻസ് എല്ലാം നമ്മൾ ദൂരീകരിച്ചിട്ടാണ് ഈ ടെക്നോളജി ചേഞ്ച് ഓവർ ചെയ്തത്. അതിൻ്റെ ഭാഗമാണ് ഇന്ന് കേരളം മൊത്തം ഡിജിറ്റൽ പ്രൊജക്ഷനിലേക്ക് വന്ന്. എൻ്റെ മാത്രം കഴിവല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സർവീസ് ടീം, എൻ്റെ കൊളീഗ്സ്, അങ്ങനെ എല്ലാവരും, ഞാൻ വർക്ക് ചെയ്തിരുന്ന 2-3 കമ്പനികളിൽ എല്ലായിടത്തും നല്ല കോപ്പറേഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ഏതൊരു ടെക്നോളജി വരുമ്പോഴും തുടക്കം വളരെ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ കിട്ടിയാലാണ് നമുക്കൊരു കണ്ടൻറ്റ് ആദ്യമായി കിട്ടുള്ളൂ എന്ന് നമുക്കറിയായിരുന്നു. മണിയമ്പിള്ള രാജു സാറിനെ തിരുവനന്തപുരത്ത് പോയി കണ്ട് പല പ്രാവശ്യം സംസാരിച്ചപ്പോഴും, എൻ്റെ വ്യക്തിബന്ധങ്ങളിലൂടെ പുള്ളിയായിട്ട് സംസാരിച്ചപ്പോഴും, വൈശാഖ രാജൻ സാർ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ കൂടി വളരെ ഫേവറബിളായിട്ടുള്ള സമീപനമായിരുന്നു ഞങ്ങളോടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കും ഈ ടെക്നോളജിയുടെ കടന്നുവരവിൻ്റെ ഭാഗമാകാൻ പറ്റി എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മണിയമ്പിള്ള രാജു സാറുമായിട്ട് അല്ലെങ്കിൽ വൈശാഖ രാജൻ സാറുമായിട്ട് സംസാരിച്ചിരുന്ന സമയത്ത് അവർ പറഞ്ഞത്, നിങ്ങളുടെ കണ്ടൻറ്റിന് സെക്യൂർഡ് ആയിരിക്കണം, നിങ്ങളുടെ പൈറസി അങ്ങനെയുള്ള പോസിബിലിറ്റി ഒന്നും വരരുതെന്ന് പറഞ്ഞു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഓൾ കേരള മലയാള പത്രങ്ങളെല്ലാം ഈ അനന്തഭദ്ര സിനിമയുടെ വാർത്തകൾ, ഡിജിറ്റൽ പ്രൊജക്ഷൻ്റെ വാർത്തകൾ വന്നതോടുകൂടി ആ പടത്തിനും നല്ല ഒരു പ്രസ് കവറേജ് കിട്ടി എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പിന്നെ സിനിമയുടെ നോവലിൽ വന്ന സിനിമയുടെ ചലച്ചിത്രാവിഷ്കരണമായതുകൊണ്ട് ആ രീതിയിൽ വളരെ നല്ലൊരു കയ്യടി നേടാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചു. സാമ്പത്തികമായിട്ടും സിനിമ നല്ല വിജയമായിരുന്നല്ലോ. ലാസ്റ്റ് മൂമെൻറ്റിൽ, അതായത് ഒരാഴ്ച മുമ്പാണ് മണിയമ്പിള്ള രാജു സാറും വൈശാഖ രാജൻ സാറും ആയിട്ട് നേരിട്ട് സംസാരിച്ച് ഇത് ചെയ്തത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പൃഥ്വിരാജ് സാർ ഇതിനെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കാരണം പൃഥ്വിരാജ് സാറിൻ്റെ സിനിമ തന്നെ ആദ്യം പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു വലിയ കാര്യമാണ്. ഞാൻ ഡിജിറ്റൽ സിനിമയിൽ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഷൂട്ടിംഗ് സൈറ്റുകളിലും ക്യാമറാമാൻമാരെയും പ്രൊഡ്യൂസർമാരെയും ഡയറക്ടേഴ്സിനെല്ലാം കാണാനായി യാത്രകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു ടെക്നോളജി, കാരണം തിയേറ്ററുകൾ ഡിജിറ്റലായിട്ട് കാര്യമില്ല, തിയേറ്ററുകൾ ഫീഡ് ചെയ്യാനായിട്ട് നമുക്ക് കണ്ടൻറ്റുകൾ വേണം. ആ സമയത്താണ് മമ്മൂക്കയുടെ ഒരു സിനിമ ലൊക്കേഷനിൽ പോയി അദ്ദേഹത്തെ കണ്ടത്. ഞങ്ങൾ തമ്മിൽ അതിനു മുമ്പേ സുഹൃത്തുക്കളാണ്. കാരണം ഞാൻ ആപ്പിൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഏത് ടെക്നോളജി വന്നാലും വളരെ നേരത്തെ തന്നെ കൈക്കലാക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ മമ്മൂക്കയുടേത്. അപ്പോൾ അങ്ങനെ എനിക്ക് ആപ്പിൾ കമ്പ്യൂട്ടറുമായിട്ടുള്ള ആ ബന്ധം ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ പോയി ലൊക്കേഷനിൽ പോയി കണ്ട് സംസാരിച്ച സമയത്ത് മമ്മൂക്ക വളരെ കാഷ്വലായിട്ട് ചോദിക്കുകയായിരുന്നു, എനിക്ക് സിനിമ തിയേറ്ററിൽ പോയി കാണാനായിട്ട് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പോൾ എനിക്കത് വീട്ടിൽ കാണാനായിട്ട് എന്തെങ്കിലും ഒരു സൗകര്യം ഒരുക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചായിരുന്നു. കാരണം കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ചോദിക്കുന്ന മമ്മൂക്കയാണ്. അതിലുപരി ഞങ്ങളുടെ വ്യക്തിബന്ധവും കമ്പനിക്ക് അതിനകത്തുണ്ടായ താല്പര്യവും പ്രമാണിച്ച് ഞങ്ങളൊരു തിയേറ്ററിൽ ഇരിക്കുന്ന സിസ്റ്റം തന്നെയാണ് മമ്മൂക്കയുടെ വീട്ടിൽ നമ്മൾ സെർവർ കൊടുത്തിരിക്കുന്നു. പിന്നെ മമ്മൂക്കയുടെ 4K പ്രൊജക്ടറുമാണ് ഇപ്പോൾ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ പൃഥ്വിരാജ് സാറിൻ്റെ വീട്ടിലും സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്, ക്യൂബിൻ്റെ പ്രൊജക്ഷൻ സിസ്റ്റം.